ഭിക്ഷക്കാരന്റെ പക്കൽ ലക്ഷങ്ങൾ പണം കണ്ട് ഞെട്ടി പോലീസും. ആലപ്പുഴ ചാരുമൂട്ടിലാണ് സംഭവം. കഴിഞ്ഞ ദിവസം സ്കൂട്ടർ അപകടത്തിലാണ് വർഷങ്ങളായി ചാരുമൂട് ജംഗ്ഷനിലും പരിസരത്തും ഭിക്ഷാടനം നടത്തി വന്ന യുവാവ് മരിച്ചത്. തുടർന്ന് പോലീസ് മേൽവിലാസം കണ്ടെത്താൻ നടത്തിയ ശ്രമത്തിലാണ് ഇയാളുടെ സഞ്ചിയിൽ പ്രത്യേക ബോക്സുകളിൽ പണം കണ്ടെത്തിയത്. അനിൽ കിഷോർ കായംകുളം മാത്രമാണ് ഇതുവരെയും ലഭ്യമായിട്ടുള്ളത്. പണം കണ്ടെത്തിയതോടെ പഞ്ചായത്തംഗം ഫിലിപ്പുമ്മൻ, പോലീസ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവരുടെ സാന്നിധ്യത്തിൽ മണിക്കൂറോളം എടുത്താണ് 4.5 ലക്ഷത്തോളം രൂപ എണ്ണിത്തിട്ടപ്പെടുത്തിയത്. മൃതദേഹം ആലപ്പുഴ മെഡിക്കൽ കോളേജ് മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. അത് 50 എണ്ണം ഉണ്ട്. 50 ഒന്നുമില്ല, വേറെ കുഴപ്പമൊന്നുമില്ല കേട്ടോ. പൈസ കണ്ടെങ്കിൽ ഒരു കാർഡ് ടിക്കറ്റ് എത്ര വർഷം എടുക്കാൻ പിന്നെ എണ്ണാൻ പോകണ്ട. ഭയങ്കര സംഭവമായിരുന്നു. പൈസ കയ്യിലുള്ള കാരണമാണ് പുള്ളി ആശുപത്രി കിടക്കാൻ. ഇന്നലെ സന്ധ്യയ്ക്ക് ശേഷം 8 മണിയായ സമയത്ത് ചാരുമൂട് ജംഗ്ഷൻ ക്രോസ് ചെയ്ത് നടന്നു വന്ന ഈ മനുഷ്യനെ കിഴക്കുനിന്ന് വന്ന ഒരു സ്കൂട്ടർ ഇടിച്ച് ജംഗ്ഷനിൽ തന്നെ വീണു. ജംഗ്ഷനിൽ നിന്ന ആളുകളും അവിടുത്തെ ഓട്ടോറിക്ഷ തൊഴിലാളികളും എല്ലാവരും ചേർന്ന് ഇയാളെ പിടിച്ചു പൊക്കുകയും ചാരുമൂട് ജംഗ്ഷൻ തെക്കുവശത്തുള്ള പരുമല ഹോസ്പിറ്റൽ എന്ന ആശുപത്രിയിൽ കൊണ്ടുവരികയും ചെയ്തു. എന്നാൽ ഇയാൾ ചികിത്സ സ്വീകരിക്കാൻ തയ്യാറല്ല. ഹോസ്പിറ്റലിൽ അവര് തലയ്ക്ക് മുറിവുണ്ട്. അപ്പോൾ ഇത് കോട്ടയം ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകുന്നതായിരിക്കും നല്ലതെന്ന് ഹോസ്പിറ്റലിൽ നിന്ന് പറഞ്ഞു. പക്ഷെ ഇയാൾക്ക് അവിടെ നിന്നങ്ങ് രക്ഷപ്പെട്ടു പോകാനുള്ള വെപ്രാളം, തലേന്ന് ചോരയൊക്കെ വരുന്നുണ്ട്. എന്തായാലും ആളുകൾ കുറേയൊക്കെ അങ്ങ് പിരിഞ്ഞു പോയ സമയത്ത് ഇയാളും ആരും കാണാതെ അവിടെ നിന്ന് അങ്ങ് നടന്നു. പിന്നീട് അയാളെ കാണുന്ന ഇന്ന് രാവിലെ ചാരുമൂട്ടിലോട്ട് വന്ന ആളുകളാണ് കടയുടെ തന്നെ ഇയാൾ മരിച്ചു കിടക്കുന്നതായിട്ട് കാണുന്നത്. ആ വിവരം നൂർനാട് പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു പറഞ്ഞു. ഇവിടുന്ന് പോലീസ് ഉദ്യോഗസ്ഥന്മാർ വന്ന് ഇൻക്വസ്റ്റ് തയ്യാറാക്കി ബോഡി ആലപ്പുഴ മെഡിക്കൽ കോളേജ് മോർച്ചറിയിലേക്ക് അയച്ചു. ഇപ്പോൾ ഈ മനുഷ്യന് 2-3 സഞ്ചിയുണ്ട്. ഈ അപകടം നടക്കുന്ന സമയത്ത് ഈ സഞ്ചി നഷ്ടപ്പെട്ടു പോകുമോ എന്നുള്ളൊരു ചിന്തയിലായിരിക്കാം ഇയാൾ ചികിത്സ തേടാതെ അവിടെ നിന്നും അങ്ങ് മാറാൻ ശ്രമിച്ചതെന്നാണ് എനിക്ക് തോന്നുന്നത്. അദ്ദേഹത്തിന്റെ മരണത്തിന് ശേഷം അദ്ദേഹത്തിന്റെ സഞ്ചിയും മറ്റ് സാമഗ്രികളും എല്ലാം പോലീസ് വന്നെടുത്ത് സ്റ്റേഷനിൽ കൊണ്ടുവന്നു. ഇപ്പൊ ഞങ്ങൾ ആ നോട്ടെല്ലാം അടുക്കി കെട്ടി എണ്ണിയത് ഏകദേശം 2.5 ലക്ഷം രൂപയിൽ അധികമായിട്ടുണ്ട്. ഇനിയും ഒരു സഞ്ചിയും കൂടെ പൊട്ടിക്കാനും ഉണ്ട്. ഒരുപക്ഷെങ്കിൽ ഈ പൈസ അയാളുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെടുമെന്നുള്ള ധാരണയിലായിരിക്കും ഇയാൾ ചികിത്സ തേടാതെ അവിടെ നിന്ന് ഈ പൈസയായിട്ടൊന്ന് മാറാൻ ഉള്ള ശ്രമമായിരുന്നു കാണാം. അതായിരിക്കും ചികിത്സയ്ക്ക് നിൽക്കാനുള്ളത്.